بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ പ്രഭാതത്തിൽ നാം ചെയ്യേണ്ടുന്ന, അതല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലുള്ള ഇസ്ലാമികമായ നമ്മുടെ ശ്രദ്ധ എത്രത്തോളം നിലനിർത്തേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വുളൂ ചെയ്ത് നമസ്കാരം നിർവഹിച്ച് ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്തും വീട്ടിൽ വെച്ച് തന്നെ നിർവഹിക്കുന്നതിൻ്റെ പുണ്യവും ആ 2 റക്അത്തുകളിലൂടെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്തിരിക്കൽ സുന്നത്തായത് എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമസ്കരിക്കുമ്പോൾ സുന്നത്ത് നമസ്കാരമാണെങ്കിലും ഫർള് നമസ്കാരമാണെങ്കിലും നാം വീട്ടിൽ വെച്ചാണെങ്കിലും പള്ളിയിൽ വെച്ചാണെങ്കിലും ആ നമസ്കരിക്കുന്ന വിശ്വാസിയുടെ മുമ്പിൽ
അവനൊരു മറ സ്വീകരിക്കണം എന്നത് ഇസ്ലാമികമായ നിയമമാണ്. സുത്ര എന്നാണ് അതിന് സാങ്കേതികമായി നമ്മൾ പറയാറുള്ളത്. ഒരു മറ സ്വീകരിക്കണം. കുറെ ദൂരെ ചുമരിൽ നിന്നോ തൂണിൽ നിന്നോ അല്ലെങ്കിൽ മുമ്പിൽ ഒരു വസ്തുവുമില്ലാതെ ഓപ്പണായി ദൂരെ എവിടെയെങ്കിലും മാറി നിന്നുകൊണ്ട് പള്ളികളിലൊക്കെ കയറിയാൽ നമസ്കരിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു സുന്നത്തിന്റെ പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിൽ പലരും വിസ്മരിച്ചു കഴിഞ്ഞ ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ അതിന് വലിയ ശ്രദ്ധ നൽകിയ ഒരു നിയമവുമാണ്. ഒരു മറ സ്വീകരിക്കുക എന്നത് മാത്രമല്ല, അതിനോടടുത്ത് നിൽക്കലും മാത്രമല്ല, അതിന്റെ മുമ്പിലൂടെ ആ മറ സ്വീകരിച്ചിട്ടും ആ മുമ്പിലൂടെ ആളുകൾ നടക്കുന്നിടത്ത് ആളുകൾ മുന്നിലൂടെ പാസ് ചെയ്യാനും നടക്കാനും കടന്നുപോകാനും സാധ്യതയുള്ളയിടത്ത് അങ്ങനെയുള്ള മറ, ഒരു സുത്ര സ്വീകരിക്കൽ സുന്നത്ത് മാത്രമല്ല, നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ലാ അഹദുക്കും ഫൽയസ്തതിർ ലിസലാത്തിഹി വലൗ ബിസഹ്മിൻ. നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുന്നതായാൽ ഫൽയസ്തതിർ ലിസലാത്തിഹി, തന്റെ നമസ്കാരത്തിന് വേണ്ടി അവൻ ഒരു മറ സ്വീകരിച്ചു കൊള്ളട്ടെ, ഒരു സുത്ര അവൻ സ്വീകരിക്കട്ടെ. വലൗ ബിസഹ്മിൻ, ഒരു അമ്പ് കൊണ്ടെങ്കിലും. നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഒരു അമ്പ് നാട്ടിവെച്ചിട്ട്, നമുക്കറിയാമല്ലോ അമ്പ് എന്താണെന്ന്. അപ്പൊ നിലത്തു നിന്ന് അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു വസ്തു ഇങ്ങനെ മുമ്പിൽ നാട്ടിവെച്ചിട്ട് അവൻ നമസ്കരിക്കട്ടെ. ഇന്നിപ്പോ നമ്മുടെ പള്ളികളിൽ ഇങ്ങനെ അമ്പ് കുത്തിവെക്കാനൊന്നും പറ്റൂല, കുറച്ച പ്രതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നമുക്കറിയാം, മദീനയിലെ മസ്ജിദാണെങ്കിലും ഈ പുറമേ അവർ സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങളിൽ പുറത്തു വെച്ച് നിസ്കരിക്കുമ്പോൾ മരുഭൂമിയാണെങ്കിലും അവരുടെ കൈകളിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് അമ്പ്. അത് നിലത്ത് പൂഴിയിൽ ഇങ്ങനെ കുത്തി നാട്ടിവെക്കുന്നതിന് അവർക്കൊരു നിഷ്പ്രയാസം സാധ്യമാകുന്നൊരു കാര്യമാണ്. അപ്പൊ എവിടെയെങ്കിലും ഇറങ്ങി യാത്രാവേളയിലൊക്കെ നിസ്കരിക്കുമ്പോ ഇങ്ങനെ ഒരു വടിയോ അമ്പോ ഒക്കെ മുന്നിൽ നാട്ടി അതിലേക്ക് തിരിഞ്ഞ് അതിനോടടുത്ത് വലിയ ദൂരെയല്ലാതെ നിൽക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇന്നിപ്പോ നമ്മൾ പള്ളിയിലാണെങ്കിൽ ഒന്നുകിൽ ചുമര്, അതല്ലെങ്കിൽ പില്ലറുകൾ, തൂണുകൾ, അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതാൻ വേണ്ടി വെക്കുമ്പോൾ ഉപയോഗപ്പെടുത്തുന്ന ആ പ്രത്യേകമായ ഒരൽപ്പം ഉയരമുള്ള വസ്തു മുമ്പിൽ വെക്കാം. അതൊന്നും കിട്ടാനില്ല, ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ മുന്നിൽ ഇങ്ങനെ സ്വഫ് പൂർണ്ണമാണെങ്കിൽ മുന്നിൽ ഇരിക്കുന്ന ഒരാളെ മറയാക്കാം. ഇങ്ങനെയൊക്കെ നമുക്കത് സ്വീകരിക്കാം. വീട്ടിലാകുമ്പോഴും ചുമരോ അതല്ലെങ്കിൽ കട്ടിലോ സോഫയോ മറ്റേതെങ്കിലും ഉയരമുള്ള ഒരു വസ്തു മുന്നിൽ വെച്ച് അതിലേക്ക് അടുത്ത് നിന്ന് നമസ്കരിക്കുന്ന ഒരു രീതി നമ്മളെല്ലായിടത്തും തുടരേണ്ടുന്ന ഒരു മാർഗമാണ്. ഇതിന്റെ പ്രാധാന്യം പലരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പള്ളിയിലൊക്കെ കയറിയാൽ ചുമരിനോടോ തൂണിനോടോ ഒന്നും അടുത്ത് നിൽക്കാതെ എവിടെയാണ് സൗകര്യം എന്ന നിലക്ക് വിശാലമായ പള്ളിയായിരിക്കും നടുക്ക് പോയിട്ട് അല്ലാഹു അക്ബർ എന്നാണ് കൈകെട്ടും. അത് സുന്നത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് വീട്ടിൽ വെച്ചാണെങ്കിലും പള്ളിയിൽ വെച്ചാണെങ്കിലും നമസ്കരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മറ സ്വീകരിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തിയായി കൽപ്പിച്ച ഒരു സുന്നത്താണ്, ഒരു പുണ്യകർമ്മമാണ്. ഇദാ സ്വല്ലാ അഹദുക്കും ഫൽയുസല്ലി ഇലാ സുത്രത്തിൻ, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുന്നതായാൽ അവൻ ഒരു സുത്രയിലേക്ക്, ഒരു മറയിലേക്ക് നിസ്കരിക്കട്ടെ. വൽയദുനു മിൻഹാ, അതിനോടവൻ അടുത്തു നിൽക്കട്ടെ.
ഇപ്പൊ തൂണ് കുറെ അപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ ചെയർ കുറെ മുമ്പിൽ വെച്ചിരിക്കണം, നമ്മൾ ഇവിടെ നിൽക്കുന്നു, അത് പറ്റൂല. അതിനോട് അടുത്ത് നിൽക്കുക. എന്താ അതിന്റെ രീതി? അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നോ മനസ്സിലാക്കണം, ഇത് അയാളുടെ പരിധിയാണ്. ഇനി അതിനെ കവർ ചെയ്ത് ഒരാൾ പോകാൻ പാടില്ല, അതിന്റെ ഇടയിലൂടെ നടക്കാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് പറഞ്ഞു, വലാ യദ അഹദൻ യമുറു ബൈന യദൈഹി, നമസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കാൻ വേണ്ടി ഒരാളെയും വിടരുത്. ആ നിലക്ക് കൃത്യമായി ഒരു മറ നാം സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കുന്നതിന്റെ ഗൗരവം അതും സമുദായത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. എങ്കിലേ ഇങ്ങനെയൊക്കെ മറ സ്വീകരിച്ചും അല്ലാതെയൊക്കെ ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിലൂടെ പോകാതിരിക്കണമെങ്കിൽ അത് സമൂഹത്തിന് അതിന്റെ ഗൗരവം അറിയണം, പഠിപ്പിക്കപ്പെടണം. അബൂ സാലിഹു സമ്മാൻ റഹിമഹുല്ല പറയാണ്, റഅയ്തു അബാ സഈദിൽ ഖുദരി, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ കാണുകയുണ്ടായി, ഫി യൗമിൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിവസം, യുസല്ലി ഇലാ ശൈഇൻ യസ്തുറുഹു മിനൻ നാസ്, ആളുകളിൽ നിന്ന് ഒരു മറ സ്വീകരിച്ചുകൊണ്ട് ഒരു മറയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി എന്ന് അബൂ സാലിഹു സമ്മാൻ റഹിമഹുല്ല പറയാണ്. അങ്ങനെ അദ്ദേഹം നിയമങ്ങളൊക്കെ സ്വീകരിച്ച് മറ സ്വീകരിച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫഅറാദ ശാബുൻ മിൻ ബനി അബീ മുഈത്ത്, അബൂ മുഈത്തുകാരിൽപ്പെട്ട ഒരു യുവാവ് വന്നു. അദ്ദേഹം ഇങ്ങനെ ഉദ്ദേശിച്ചു വന്നു, അൻയജിതാസ ബൈന യദൈഹി, നിസ്കരിക്കുന്ന അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലൂടെ മുറിച്ചു കിടക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ വന്നു. ഫദഫഅ അബൂ സഈദ് ഫീ സദ്രിഹി, ആ കടന്നു വന്ന ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക് അബൂ സഈദ് ഇങ്ങനെ പിടിച്ചു തള്ളി, നെഞ്ചിങ്ങനെ പിടിച്ച് നിസ്കരിക്കുന്നിടത്ത് വന്ന ഇങ്ങനെ തള്ളി. ഫനദറ ശാബു, അപ്പോൾ ആ ചെറുപ്പക്കാരൻ നോക്കി, ഫലം യജിദ് മസാഗൻ ഇല്ലാ ബൈന യദൈഹി, ദേഹത്തിന്റെ മുന്നിലൂടെയല്ലാതെ നടന്നു പോകാനൊരു മാർഗവുമില്ല. ഫആദ ലിയജ്താസ, ദേഹം പിന്നെയും മുറിച്ചു കിടക്കാൻ വേണ്ടി മടങ്ങി വന്നു. ഫദഫഅഹു അബൂ സഈദ് അശദ്ദു മിനൽ ലൂലാ, ആദ്യത്തേതിനേക്കാൾ ശക്തമായ നിലക്ക് അബൂ സഈദ് അദ്ദേഹത്തെ തള്ളി. ഫനാല മിൻ അബീ സഈദ്, അബൂ സഈദിൽ നിന്ന് അദ്ദേഹത്തിന് അത് വല്ലാതെ കൊണ്ടു. സുമ്മ ദഖല അലാ മർവാൻ, ഇങ്ങനെ മർവാനിനെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം കംപ്ലൈന്റ് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, ദേഹം എന്നെ തള്ളി. ഈ കംപ്ലൈന്റ് ആ മർവാന്റെ അടുക്കലെത്തിയപ്പോൾ മർവാൻ ചോദിക്കുകയാണ്, മാലക വലിബിനി അഖീക യാ അബാ സഈദ്, എന്താണ് അബൂ സഈദെ സംഭവിച്ചത് എന്ന് മർവാൻ തിരക്കുകയാണ്. ആ സമയത്ത് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, ഞാൻ എങ്ങനെ ചെയ്യാൻ എന്താ കാരണമെന്നോ, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. നബിതങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. എന്താണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇദാ സ്വല്ലാ അഹദുകും ഇലാ ശൈഇൻ യസ്തുറുഹു മിനൻ നാസ്, നിങ്ങളിൽ ഒരാൾ ജനങ്ങളിൽ നിന്നൊക്കെ മറ സ്വീകരിച്ച നിലക്ക് ഒരു സുത്രയിലേക്ക് അവൻ കൃത്യമായി നിയമം പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നേരത്ത്, ഫഅറാദ അഹദുൻ അൻ യജ്താസ ബൈന യദൈഹി, അങ്ങനെയൊക്കെ ക്രമീകരണം സ്വീകരിച്ച് ചിട്ടയോടെ നിസ്കരിക്കുന്ന, മര്യാദയോടെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിലൂടെ ഒരാള് മുറിച്ചു കടക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്നാൽ ഫൽയദ്ഫഉഹു, നിങ്ങൾ അവനെ തടയണം. ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫഇന്നബാ, എന്നിട്ടും അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഫൽയുഖാതിൽഹു, നിങ്ങൾ അവനോട് പോരാടണം. ഫഇന്നമാ ഹുവ ശൈത്താൻ, നിശ്ചയം അവൻ ശൈത്താനാകുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തേ കാരണം? നിസ്കരിക്കുവാൻ നിൽക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ മറ സ്വീകരിക്കുന്നത്, അവൻ ആ നിയമം സ്വീകരിക്കുന്നതിലൂടെ ഒരാൾ കടന്നു പോകാൻ പാടില്ലെന്ന നിലക്കാണ്. അത് സ്വീകരിച്ച് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ ഒരുത്തൻ കടന്നു പോകുമ്പോ തടയണം. എന്നിട്ടും അവൻ പിന്നെയും വരികയാണെങ്കിൽ ശക്തമായി തന്നെ തടയണം, തള്ളണം. അത് ശൈത്താനാണ്, അഥവാ ശൈത്താനാണ് അവനെ അതിന് പ്രേരിപ്പിക്കുന്നത്. അരുതെന്ന് മനസ്സിലായിട്ടും പിന്നെയും വാശിയോടെ കടന്നു വരുന്നുവെങ്കിൽ അത് ശൈത്താനാണ്. അവന്റെ കൂടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഈ റിപ്പോർട്ട് ബുഖാരിയിലാണെങ്കിൽ
മുസ്ലിമിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഇദാ കാന അഹദുക്കും യുസല്ലി, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുന്നതായാൽ ഫലാ യദഅ അഹദൻ, ഒരാളെയും വിടരുത്, യമുറു ബൈന യദൈഹി, മുന്നിലൂടെ നടക്കാൻ വിടരുത്, ഫഇന്ന ബാവൻ, വിസമ്മതിക്കുകയാണെങ്കിലോ ഫൽയുഖാതിൽഹു, നിങ്ങൾ അവനോട് പോരാടിക്കോ, ഫഇന്ന മഅഹുൽ ഖരീൻ, അവന്റെ കൂടെ പിശാചുണ്ട്. ആ ശൈത്താനാണ് അവനെ അതിനെ പ്രേരിപ്പിക്കുകയാണ്. അരുതാത്ത കാര്യം പിന്നെയും വാശിയിൽ ചെയ്യാൻ ശൈത്താനല്ലേ അവനെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് തടയണം, നിർത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് നിസ്കരിക്കുന്ന മനുഷ്യന് മാത്രം വിവരമുണ്ടായാൽ പോരാ, സമൂഹത്തെയും അത് പഠിപ്പിക്കപ്പെടണം. കാരണം എങ്കിലല്ലേ അവൻ അതിന്റെ ഗൗരവം അറിയുകയുള്ളൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൗ യഅലമുൽ മാറു ബൈന യദയിൽ മുസല്ലി മാദാ അലൈഹി മിനൽ ഇസ്മി ലകാന അൻ യഖിഫ 40 ഖൈറൻ ലഹു അൻ യമറ ബൈന യദൈഹി. ഖാല അബു നദർ ലാ അദ്രി, ഖാല 40 യൗമാ ഔ ശഹ്റാ ഔ സനതൻ. മുത്തഫഖുൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലൗ യഅലമുൽ മാറു, നടക്കുന്നവനെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ, നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, എവിടെ നടക്കുന്നവൻ? ബൈന യദയിൽ മുസല്ലി, നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാദാ അലൈഹി മിനൽ ഇസ്മി, എത്രത്തോളമാണ് അതിന് അവന് കിട്ടുന്ന ശിക്ഷയും കുറ്റവും പാപവുമെന്ന് ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലകാന അൻ യഖിഫ 40, 40 നിൽക്കലായിരിക്കും അവന് ഖൈറൻ ലഹു, അവന് ഏറ്റവും നല്ലത്, അൻ യമറ ബൈന യദൈഹി, നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുന്നതിനേക്കാൾ 40 നിൽക്കലാണ് അവന് നല്ലത്. ഇങ്ങനെയാണ് ഹദീസിൽ വന്നത്. എന്നിട്ടത് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ നദർ റഹിമഹുല്ല പറയാണ്, ലാ അദ്രി, ഖാല, എനിക്കറിഞ്ഞുകൂടാ, 40 യൗമൻ എന്നാണോ പറഞ്ഞത്? 40 ദിവസം നിൽക്കുന്നതിനേക്കാൾ 40 ദിവസം നിൽക്കലാണ് അവന് നല്ലത്. 40 ദിവസം ഇങ്ങനെ നിൽക്കേണ്ടി വന്നാലും, ഔ ശഹ്റൻ, അതല്ലെങ്കിൽ 40 മാസം, ഔ സന, അല്ലെങ്കിൽ 40 കൊല്ലം. എന്താണോ പറഞ്ഞത് എന്ന് എനിക്കറിഞ്ഞൂടാ, എന്തായാലും ഒരു 40 പറഞ്ഞത്. അങ്ങനെ 40 ദിവസമോ 40 മാസമോ 40 കൊല്ലമോ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നാലും നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടന്നു പോകാൻ, ഈ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുന്നതിന്റെ കുറ്റം ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ എത്ര തവണ അവിടെ നിൽക്കേണ്ടി വന്നാലും നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ അവന് നടക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ ആൾക്കാരിങ്ങനെ നടന്നു പോകണം. എന്തുകൊണ്ടാ? ഇതിന്റെ ഗൗരവറിയില്ല, എത്ര കുറ്റാരെന്നറിയില്ല. അപ്പൊ ഇത് വീട്ടിലുള്ളവര്, സ്ത്രീകള് അവർ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോഴും, പുരുഷൻ വീട്ടിൽ നിസ്കരിക്കുമ്പോഴും, പള്ളിയിൽ നിസ്കരിക്കുമ്പോഴും ഒക്കെ ഇതറിഞ്ഞിരിക്കണം. ഇത് വീട്ടിലെ മക്കളെ പഠിപ്പിക്കണം, ബോധമുള്ളവരെ. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ആ കാര്യത്തിൽ അലംഭാവം വരുത്തുമ്പോൾ നമ്മളും കുറ്റക്കാരാകും. നാം ഈ മറയൊന്നും സ്വീകരിക്കാതെ നിൽക്കേണ്ട ഒരാൾ കടന്നു പോകുമ്പോ അയാൾക്ക് മാത്രമല്ല നമ്മൾ സ്വീകരിക്കേണ്ട മറ നമ്മൾ സ്വീകരിക്കാഞ്ഞിട്ടാണ് മറ്റുള്ളവർ കടന്നുപോയത്, അതും കൂടെ നമുക്ക് കുറ്റമുണ്ടാകും. അതുകൊണ്ട് നമസ്കരിക്കുമ്പോ അത് സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും ഒക്കെ ഒരു മറ നമുക്ക് വേണം. ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുമ്പോൾ ഓരോരുത്തരുടെയും മുമ്പിൽ മറ വേണ്ടതില്ല. അതിന്റെ നിയമം എന്താ? അത് ഇമാമിന്റെ മുമ്പിൽ മാത്രം മതി. ഇമാമിന്റെ മുമ്പിൽ മാത്രമാണ് മറ വേണ്ടത്, ബാക്കി എല്ലാവരും മുമ്പിലും കൂടി മറ വേണ്ടതില്ല. മറ്റു നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഓരോരുത്തർ നിസ്കരിക്കുമ്പോഴും ഓരോരുത്തരുടെ മുമ്പിലും വേണം മറ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അത് മതി. ഒരാൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ദുആ ദിക്റൊക്കെ ആയിട്ട് ഒരാൾ വള്ളിയിൽ ഇരിക്കുകയാണ് എങ്കിൽ അയാൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്, നമുക്ക് അയാളെ സുത്രയായിട്ട് സ്വീകരിക്കാം. അയാളെന്റെ എഴുന്നേറ്റ് പോയി എന്നാൽ നമുക്കൊരല്പൊന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ ചെരിഞ്ഞാൽ വല്ല തൂണോ കസേര എന്തെങ്കിലും കിട്ടാണ്ടോ നിങ്ങൾ അത്രയും മാറി നിൽക്കണം, നല്ലതാണ്. നിസ്കാരം തീരുവോളം ഒരു സുത്ര, ഒരു മറ, ആ മറയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കലും ആ മറയോട് അടുത്ത് നിൽക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. ഈ മറയും സുജൂദ് ചെയ്യുന്ന സ്ഥലവും കൂടി എത്ര ദൂരമാവാം. ഒരാട്ടിൻകുട്ടിക്ക് തിരക്കി ഇങ്ങനെ കടന്നു പോകാവുന്ന ഒരു കഥ എന്നാണ് പറയുന്നത്. സുജൂദിയിലും ഈ മറന്റെ സ്ഥാനമായിട്ട് അപ്പൊ വല്ലാതെ ദൂരെ നിന്നൂടാ. നമ്മൾ എന്താണോ മറയായി സ്വീകരിച്ചതിന് അതിനോട് അടുത്ത് നിൽക്കണം. അങ്ങനെ അടുത്തൊക്കെ നിന്ന് കൃത്യമായിട്ട് നിന്നിട്ട് ഒരുത്തൻ അതിന്റെ അടി കൂടി തന്നെ പോണെന്ന് പറഞ്ഞാൽ അഭിനയം ശൈത്താൻ തന്നെയല്ലേ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തടയണം.
ആ കോഴ്സ് കിട്ടിയത് കൊണ്ടാണ് അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മറ സ്വീകരിച്ച് നിസ്കരിക്കുമ്പോൾ ഒരാൾ കടന്നു വന്നപ്പോൾ ആദ്യം നെഞ്ചത്തൊന്ന് തള്ളി നോക്കി, അയാൾ പിന്നെയും വരി തന്നെയാണ്. അപ്പൊ ഒന്നും കൂടി മൂക്കിൽ തള്ളി, അപ്പൊ കുറച്ച് വേദനയായി. അപ്പൊ ഗവർണറോട് പോയിട്ട് പരാതി പറഞ്ഞു. അപ്പോഴാണ് ഗവർണർ വിചാരണക്കെടുത്തത് എന്താ സംഭവിച്ചത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തത് വെറുതെ ഒന്നുമല്ല, അള്ളാന്റെ റസൂല് പറയുന്നത് കേട്ടിട്ടാ എന്ന് സ്വഹാബിയായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്. അപ്പൊ ഇത് നമ്മൾ എല്ലാവരും, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, ഈ കാര്യത്തിൽ ഒരു കണിശത പാലിക്കണം. ചില ആൾക്കാർ ചോദിക്കും, മുസല്ലേനിട്ടാ പോരെ? പോരാ, മുസല്ലിട്ടാ പോരെ? അല്ലെങ്കിൽ പള്ളിയിൽ ഇങ്ങനെ സൊഫിന്റെ ലൈൻ ഉണ്ടാവില്ലേ കാർപ്പറ്റില്? അതൊന്നും പോരാ, അതൊന്നും പോരാ. അല്ലെങ്കിൽ വര വരച്ചാ പോലെ, അതൊന്നും പോരാ. ഏകദേശം ഒരൽപ്പെങ്കിലും പണ്ട് കാലത്ത് അറബികൾ ഒട്ടകത്തിന്റെ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇരിക്കാൻ ഉപയോഗപ്പെടുക്കുന്ന ചെറിയ ഒരു പലകണ്ട് ഒട്ടകത്തിന്റെ മുകളിൽ വെച്ചിട്ട് അതിന്മേൽ അവരിയ്ക്കുക. അതൊരൽപ്പം ഉയരണ്ടാവും. ഇപ്പൊ നമ്മള് ഖുർആനൊക്കെ പള്ളികളിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ രൂപത്തിലുള്ള അത്രയെങ്കിലും ഒരു ഉയരമുള്ള ഒരു സാധനം മുമ്പിൽ നിലത്ത് നിന്ന് പൊങ്ങി ഉയരത്തിൽ നിൽക്കുന്ന ഒരു വസ്തു തന്നെ മുന്നിൽ ഉണ്ടായിരിക്കണം. അതാണ് സുത്ര. അതല്ലാതെ എന്തു വേണ്ട, ഒരു ലൈന് പോരാ, ഒരു വര പോരാ എന്നർത്ഥം. അപ്പൊ ഇത് നമ്മൾ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് ഉളൂ ചെയ്ത്, ഉളൂവിന്റെ നിസ്കാരം കഴിഞ്ഞ് ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ നിസ്കരിക്കുമ്പോൾ വീട്ടിലാണെങ്കിലും മറ സ്വീകരിക്കണം എന്നിടത്ത് നിന്നാണ് നമ്മുടെ ചർച്ച നീങ്ങുന്നത്. ശരി, ഇനി നമ്മൾ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. പ്രഭാത നമസ്കാരത്തിന്, ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുന്നു കുടുംബനാഥൻ. അങ്ങനെ പുറപ്പെടുന്നതിന്റെ മുമ്പ് നമുക്കൊരു ബാധ്യതയുണ്ട്. അതെന്താ? വീട്ടിലുള്ളവരെ ഫജ്റിന് വിളിച്ചുണർത്തണം. നമ്മളാണ് പോയാ പോരാ, ഞാൻ പോവും, നിങ്ങളൊക്കെ കിടന്നുറങ്ങിക്കോളി, എനിക്ക് മാത്രം മതി സ്വർഗം, നിങ്ങളൊക്കെ നല്ല കൂർക്കം വിളിച്ചുറങ്ങിക്കോളിയും, പ്രശ്നമൊന്നുമില്ല, മിണ്ടാതെ വേണമെങ്കിൽ സൗകര്യപൂർവ്വം ആരും ഉണരാതിരിക്കാൻ, ഭാര്യയും മക്കളൊന്നും ഉണരണ്ട, പതുക്കെ എവിടെയാ ടോർച്ച് അല്ലെങ്കിൽ എവിടെയാ ഡ്രസ്സ്, ലൈറ്റ് ഒന്നും ഇടാതെ പാവൊക്കെ ഉറങ്ങിക്കോട്ടെ. അതിന് പറ്റിയ നേരല്ല അത് ഫജ്ർ. പുറപ്പെടുന്നതിന്റെ മുമ്പ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന നമ്മൾ ഉറപ്പുവരുത്തണം തന്റെ വീട്ടിലെ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും നേതാക്കളാണ്, നിങ്ങളെല്ലാവരും നായകന്മാരാണ്, നയിക്കുന്നവരാണ്. കുല്ലുക്കും, നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളെല്ലാവരും മസ്ഊലുൻ, ചോദിക്കപ്പെടുന്നവരുമാണ് നാളെ പരലോകത്ത്. അൻ റഇയതിഹി, താൻ ആരെയൊക്കെയാണോ നയിക്കുന്നതെങ്കിൽ അവരെ കുറിച്ച്. താൻ നായകനാണ്, തന്റെ കീഴിൽ ആരൊക്കെയുണ്ട്? ഒരു കുടുംബത്തിലതാ കുടുംബനാഥൻ കീഴിലുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ആ നിലക്ക് അവരെ കുറിച്ച് എന്നോട് ചോദ്യമുണ്ട്. അവര് വേണമെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഭാര്യ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ, മക്കൾ നീറ്റില്ലെങ്കിൽ എണീക്കണ്ട, ഞാൻ പോകട്ടെ, എനിക്ക് നല്ല തഖ്വയുണ്ട്, ഞാൻ സുബഹിക്ക് പള്ളിയിലേക്ക് പോകട്ടെ എന്ന നിലക്ക് അവരെ ഒക്കെ ഉറങ്ങാൻ വിട്ടുകൊണ്ട് നാം ഒറ്റക്കങ്ങ് ആരെയും വിളിച്ചുണർത്താതെ പോവുകയല്ല വേണ്ടത്. വീട്ടിലുള്ള മെമ്പർമാരൊക്കെ ഉണർന്നിട്ടുണ്ടോ എന്ന് പരലോകത്ത് എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെടും എന്ന ബോധത്തോടെ നാം ഇതവരെ ഉണർത്തിയെഴുന്നേൽക്കണം. അല്ലെങ്കിലോ നാം ഇന്ന് സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്നു എന്നവകാശപ്പെടുന്ന ഇവരൊക്കെ നാളെ പരലോകത്ത് നമുക്ക് എതിരായി സംസാരിക്കും. ഈ മക്കള് പറയും, ബാപ്പ സുബൈക്കാണ് പോകും, ബാപ്പ സുബൈക്ക് പോകല്ലേ, അല്ലെങ്കിൽ ഉമ്മ സുബൈക്ക് നിസ്കരിക്കൽ, ഞങ്ങളെ വിളിക്കലൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ആ ട്രെയിനിങ് തന്നിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ ആ രൂപത്തിലുള്ള ഒരു സ്വഭാവം ഞങ്ങൾ ശീലിച്ചിട്ടില്ല. പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ മക്കള് പറയില്ലേ, ഞങ്ങൾ നിസ്കരിക്കാതെ ഉറങ്ങുന്നത് കണ്ടിട്ടും ഞങ്ങളെ ഇവർ ഉണർത്തിയില്ല റബ്ബേ എന്ന് ബാപ്പാനെ പറ്റി ഉമ്മാനെ പറ്റി നമ്മളെ മക്കള് കംപ്ലൈന്റ് പറയണോ? അതിനുള്ളവര് ഹേതു ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ അവർക്ക് തന്നെയാണ് തെറ്റ്. പക്ഷേ അതിൽ താഴെയുള്ള മക്കളുണ്ടല്ലോ, എല്ലാവരെയും നമ്മൾ വിളിക്കണം. ഒരു നന്മയിലേക്ക് ഏതാളുകളെ വിളിച്ചാലും നാം എഴുന്നേറ്റ് പോവുകയാണ്. ആ സമയത്ത് ഭാര്യ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാണ്, മക്കൾ ഉറങ്ങുകയാണ്, അവരെ വിളിച്ചുണർത്തിയിട്ട് ആ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് തന്നെ അവർ നിസ്കരിക്കുമ്പോൾ ഒരു സന്മാർഗത്തിലേക്ക്, ഒരു നല്ല കാര്യത്തിലേക്ക് നമ്മൾ ക്ഷണിച്ച്
ആ ക്ഷണം ഒരാൾ സ്വീകരിച്ചു. ആ ക്ഷണം സ്വീകരിച്ചത് നമ്മുടെ ഭാര്യയാവട്ടെ, സന്താനങ്ങളാവട്ടെ, അന്യരാവട്ടെ, ആരാവട്ടെ, അവര് നമ്മുടെ വിളി സ്വീകരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അവര് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കൊക്കെ അവർക്ക് ഒട്ടും കുറയാതെ തന്നെ അതിലേക്ക് വേണ്ട പ്രോത്സാഹനം നൽകി ക്ഷണിച്ചു പുറത്തുപോയ നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചിട്ടേ പോകൂ. കാരണം എന്താ? അവര് നീറ്റ് സമയത്ത് നിസ്കരിച്ചാൽ അതിന്റെ കൂലി എനിക്കുണ്ട് എന്ന്. ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന്റെ കൂലിക്ക് പുറമെ അവരെ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ, പ്രായമായ പള്ളിയിലേക്ക് കൊണ്ടുപോകാവുന്ന മക്കളാണെങ്കിൽ അവരെ കൂടെ കൂട്ടുക, ഒന്നിച്ചു പോകാനാവുന്നവരാണെങ്കിൽ കൂടെ കൂട്ടുക. ഇനി അതല്ലെങ്കിൽ ഒപ്പം തന്നെ ഒറ്റക്ക് തന്നെ അവർക്ക് വരാൻ കഴിയുന്ന പ്രായമായിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോയാലും അവർ വരുമെന്നുറപ്പുണ്ടെങ്കിൽ അവരെ അവരുടേതായ രൂപത്തിൽ എഴുന്നേൽപ്പിച്ച് ആ നിലക്ക് അവരെ ബാത്റൂമിലേക്കൊക്കെ ആക്കിയിട്ട് ഉളൂവിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് അതേ നമസ്കാരത്തിന് അവരും എത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ടൈമിന് അവരും നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ കുടുംബനാഥന്റെ കടമയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറഞ്ഞില്ലേ, ഖുർആനിന്റെ കൽപ്പന നോക്കൂ, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. സൂറത്ത് ത്വാഹയിൽ കാണാം, വഅ്മുർ അഹ്ലക, നീ നിന്റെ കുടുംബത്തോട് കൽപ്പിക്കണം, ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അന്വേഷിക്കണം. ളുഹർ നിസ്കരിച്ചോ? മക്കൾ നിസ്കരിച്ചോ? ഭാര്യ നിസ്കരിച്ചോ? ചിലപ്പോൾ അവർ അശ്രദ്ധയിലൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും. അപ്പൊ പല കാരണങ്ങളാൽ ഇങ്ങനെ ടൈം മറന്നിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ടൈം പോയിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അവരും നിസ്കരിക്കുന്നുണ്ടോ? ആ വിഷയത്തിൽ കണിശതയുണ്ടോ? അതൊക്കെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളോട് സഹതാപം തോന്നിയിട്ട് ഉണർത്താതെ ഉറങ്ങാൻ വിടുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. പാവം ഉറങ്ങിക്കിടക്കുമ്പോ അങ്ങനെ തോന്നും, എങ്ങനെ വിളിക്കുക, ആ ചുരുണ്ടുകൂടില്ല ഒരു കിടത്തം, അയ്യോ എങ്ങനെ വിളിക്കുക, കണ്ടില്ലേ ആ മുഖം കണ്ടാ വിളിച്ചോണ്ടാൻ തോന്നുന്നു, നല്ല സുഖമായി ഉറങ്ങട്ടെ. സ്കൂൾ ബസിന്റെ ടൈം നോക്കിയിട്ട് വിളിക്കാം. അപ്പൊ എന്താണ്, ഇപ്പോഴേക്ക് സുബഹിയൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇപ്പൊ വിളിച്ചാ പിന്നൊന്നിടക്ക് ഉറങ്ങാൻ നേരല്ല, അതുകൊണ്ട് അവൻ ഉറങ്ങട്ടെ. അങ്ങനെ ഫജറിന്റെ സമയം പോയോളും മക്കളെ വിളിച്ചുണർത്താതെ അവരോട് സഹതാപം കാണിക്കുന്ന രക്ഷിതാക്കൾ ആലോചിക്കണം പ്രിയമുള്ളവരെ. അങ്ങനെ സുബഹി തെറ്റുവോളം അവരെ കിടന്നുകൊടുക്കാൻ നമുക്ക് വിടാൻ കഴിയുമോ? അതെന്ത് സഹതാപമാണ്? അതെന്ന് പേര് സഹതാപം എന്നാണോ? നമ്മുടെ വീട് കത്തുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, മക്കൾ കിടന്നുറങ്ങുന്ന കട്ടിലിനോ വസ്ത്രത്തിനോ വീടിനോ തീ പിടിച്ചാൽ അതേ തീ അവിടെ കത്തട്ടെ, കുട്ടികൾ സുഖമായി ഉറങ്ങിക്കോട്ടെ നമ്മൾ വിചാരിക്കോ? ഇല്ല, തീയാണ് മോനെ, തീ ഇത പടരുന്നു, പെട്ടെന്ന് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് മക്കളെ വേഗം രക്ഷപ്പെടുത്തൂലേ, എഴുന്നേൽപ്പിക്കൂലേ? എന്നാൽ ഇതിനേക്കാൾ ഗൗരവമല്ലേ ഒരു ഫജറിന്റെ നിസ്കാരം അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിയാൽ? നരകമല്ലേ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാനുള്ളത്, നമുക്ക് കിട്ടാനുള്ളത്? ആ ചൂടും ഈ ദുനിയാവിലെ ചൂടും തമ്മിൽ എത്ര അന്തരമുണ്ട്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയാ, ഖുൽ നബിയെ പറയൂ അവരോട്, നാറു ജഹന്നമ, ജഹന്നമിന്റെ തീയാണ്, അശദ്ദു ഹർറാ, ഏറ്റവും വലിയ ചൂടുള്ളത്. തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് യുദ്ധത്തിന് പുറപ്പെടണം എന്ന ആഹ്വാനമുണ്ടായപ്പോൾ കഠിനമായ ഉഷ്ണമുള്ള സമയത്ത് എങ്ങനെ യുദ്ധത്തിന് പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഉഷ്ണത്തിന്റെ പേരും പറഞ്ഞ് യുദ്ധത്തിന് പോകാതെ, സൽക്കർമ്മത്തിന് പുറത്തിറങ്ങി പോകാതെ വീട്ടിനകത്തിരുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിക്കാനുള്ള പറയാണ്, അവരോട് പറഞ്ഞേക്കൂ, ചൂടിന്റെ കാര്യവും പറഞ്ഞിട്ട് ഉഷ്ണത്തിന്റെ കാര്യവും പറഞ്ഞിട്ട് ഏറ്റവും വലിയ സൽക്കർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരോട് പറയൂ, നാറു ജഹന്നമ അശദ്ദു ഹർറാ, ജഹന്നമിന്റെ തീയാണ് ഏറ്റവും കടുത്ത ചൂട് കേട്ടോ. ലൗ കാനൂ യഫ്ഖഹൂൻ, അവരൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, അവരൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അതേ നരകത്തിന്റെ തീയിനെ നമുക്ക് പേടിയില്ല, ദുന്യാവിലെ തീയിനോടാണ് പേടി. അല്ലേ, ഇസ്തിരി വെക്കുമ്പോ അയൺ ബോക്സിൽ നിന്ന് കയ്യിന്റെ വിരലൊന്ന് അച്ചി എന്നതിലേക്കൊന്ന് തട്ടാതെ എത്ര സൂക്ഷ്മതയിലാണ് നമ്മൾ നോക്കുന്നത്. നരകത്തിയിലേക്ക് നീ പോകും കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല.
ഇസ്തിരി ഇങ്ങനെ വെക്കുന്നുണ്ട്, ടി വിയിലേക്ക് ഇങ്ങനെ നോക്കണുണ്ട്. ആൾക്കാരില്ലേ അയൺ ബോക്സ് കൊണ്ട് പാന്റ് ഇസ്തിരിയുടെയാണ്, പാന്റും ഷർട്ടൊക്കെ ഇസ്തിരിയുടെയാണ്. അപ്പോഴോ കയ്യൈമ തട്ടാതിരിക്കാൻ വളരെ സൂക്ഷ്മത ഉണ്ട്. ഇസ്തിരി ഇടുമ്പോ വളരെ കൃത്യമായിട്ട് ഇസ്തിരി. മുന്നിലെന്താ ടി വി, അതിലെന്താ പെണ്ണിന്റെ ആട്ടവും പാട്ടും ഡാൻസും കൂത്തൊക്കെ. ചില ആൾക്കാർ ഉംറക്ക് പോയപ്പോ വസിയത്തൊക്കെ കൊടുത്തില്ലേ, കാണണം പിന്നെ ആ രൂപത്തിലുള്ള പ്രത്യേകമായ നന്മകൾ ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ വസിയത്തൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച കാര്യല്ലേ. സമൂഹം അങ്ങട്ടാ പോകുന്നത്, അതൊന്നൊരു പ്രശ്നമില്ലാതായി മാറുകയാണ്. അപ്പൊ അത് വലിയ കാര്യം. അത് ആ നരകം പേടിയില്ല, ആ നരകത്തിയുടെ ചൂട് പേടിയില്ല. ഇവിടെ ഇങ്ങനെ തേക്കുമ്പോ കൈ ഇസ്തിരിപ്പെട്ടിയിൽ ഒരു അല്പ ടച്ച് ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധയാണ്. എന്താ, ദുനിയാവിലെ തീയിനെ വലിയ പേടിയാണ്, പരലോക തീയിനെ പേടിയില്ല. ആലോചിച്ച് നോക്കണം. അപ്പോ ആ നിലക്കാണ് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ അശ്രദ്ധ. വേണ്ടത് കാര്യത്തെ സംബന്ധിച്ച് ശ്രദ്ധയില്ലാതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, പല രൂപത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മക്കളെ ആ നിലക്ക് ഇസ്ലാമികമായി അവരുടെ പ്രത്യേകമായ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചിന്തിക്കാതെ, അവരെ അതിനെപ്പറ്റി ബോധവൽക്കരിക്കാതെ, സഹതാപം തോന്നിയിട്ട് അവരെ ഫജ്റിന് വിളിച്ചുണർത്താത്ത ഒരു രക്ഷിതാക്കൾ ഉണ്ടാകരുത്. പടച്ചറബിന്റെ കോടതിയിലെ ശിക്ഷ വളരെ ഗൗരവമാണ് എന്നാളുകൾ മനസ്സിലാക്കിയിരിക്കണം. അത് വളരുന്ന തലമുറയെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറൂ ഔലാദകും ബിസ്സലാഹ് വഹും അബ്നാഉ സബ്ഇ സിനീൻ വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്രിൻ വഫർഖൂ ബൈനഹും ഫിൽ മദാജിഅ. മുറൂ ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൽപ്പിക്കണം, ബിസ്സലാ, നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വഹും അബ്നാഉ സബ്ഇ സിനീൻ, അവർ 7 വയസ്സാകുമ്പോൾ, 7 വയസ്സാണെങ്കിൽ തന്നെ നിസ്കരിക്കണം. അപ്പൊ 7 വയസ്സായ ഒരു കുട്ടി ഫജ്റിന് ഉറങ്ങിക്കൂടാന്നർത്ഥം. 7 വയസ്സിൽ താഴെയാണെങ്കിൽ കിടന്നുറങ്ങിക്കോട്ടെ. 7 വയസ്സായ കുട്ടിയാണെങ്കിൽ നിസ്കാരത്തിന് കൽപ്പിക്കണേ. ഉദ്രിബൂഹും അലൈഹാ, അതിന്റെ പേരിൽ നിങ്ങൾ അവരെ അടിച്ചോളൂ. 10 വയസ്സായി കഴിഞ്ഞാൽ, 10ആയിട്ടും നിസ്കരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷാ നടപടി സ്വീകരിക്കാം. വഫർഖൂ ബൈനഹും ഫിൽ മദാജിഇ, 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അതേ മക്കൾക്കിടയിൽ നിങ്ങൾ കിടപ്പ് സ്ഥലങ്ങളെ വേർപിരിച്ച് കിടത്തണം. എന്തെന്ത് യുക്തി അടങ്ങിയ നിയമങ്ങളാണ്. ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി, ഒരു വിരിപ്പിൽ ഒരു ഉമ്മാന്റെ മക്കൾ തന്നെയാണെങ്കിലും കിടത്തിക്കൂടാ, വേറെ വേറെയാക്കണം. ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞാൽ എവിടെയാ എത്തി നിൽക്കുന്നത്? ബാപ്പാക്ക് മോളെ തിരിച്ചറിയാത്ത കാലാണ്. ഇന്നും പത്രത്തിൽ വായിച്ചില്ലേ, ഒരു മാപ്പിള പേരുള്ള ഒരുത്തൻ നമ്മുടെ കേരളത്തിൽ 15 വയസ്സായ മകൾക്ക് 8 മാസം ഗർഭിണിയാണ്. ആരാ ഗർഭത്തിന്റെ ഉത്തരവാദി? പിതാവ്, തന്ത. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടേക്കാ പോകുന്ന പ്രിയമുള്ളവർ? എവിടേക്ക് ഈ സമുദായം പോകുന്നു? ബാപ്പാക്ക് ഒരു മകൾക്ക്, ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വലിയ സ്വസ്ഥത, പേടിക്കാതെ ജീവിക്കാൻ കഴിയേണ്ടത് അവരുടെ വീട്ടിലാണ്. സ്വന്തം ബാപ്പന്റെ കൂടെ പോലും സംരക്ഷണം കിട്ടില്ലെന്ന് വന്നാൽ എവിടേക്കാണ് ഈ സമുദായം പോകുന്നത്? ഇസ്ലാമിന്റെ നിയമം ഒരു മുഴം മുമ്പേ എറിഞ്ഞു. വേണ്ടതൊക്കെ ഖിയാമത്ത് നാൾ വരേക്ക് ഇനി എന്തൊക്കെ വരാനുണ്ടോ സർവ കവാടങ്ങളെയും ഇസ്ലാം കൊട്ടിയടച്ചു. ഒരു ഉമ്മാന്റെ മക്കളാണെങ്കിലും 10 വയസ്സായി കഴിഞ്ഞാൽ, ജ്യേഷ്ഠ സഹോദരൻ ജ്യേഷ്ഠനും അനുജനുമാണെങ്കിലും ജ്യേഷ്ഠത്തിയും അനിയത്തിയുമാണെങ്കിലും ഒരേ വിരിപ്പിൽ ഒന്നിച്ച് കിടന്നുറങ്ങിക്കൂടാ. വഫർഖൂ ബൈനഹും ഫിൽ മദാജിഇ, കിടപ്പ് സ്ഥാനങ്ങളിൽ നിങ്ങൾ അവരെ വേർപിരിച്ച് കിടത്തണം. രക്ഷിതാക്കളോടുള്ള കൽപ്പനയാണ്. അതിലൊക്കെ നമ്മൾ അറിഞ്ഞതും അറിയേണ്ടതും അറിയാനിരിക്കുന്നതുമായ ഒട്ടേറെ യുക്തികളുണ്ട്. ഇസ്ലാം, അള്ളാഹുവിന്റെ മതം, യുക്തിവത്തായ മതം, ബലവത്തായ മതം, സാർവകാലികമായ മതം, സാർവജനീനമായ മതം, ഏത് നിയമത്തെയും വെല്ലുന്ന മതം. ആ മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. നിയമങ്ങൾ പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം, പാലിക്കണം. പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ കുട്ടികളെ നമ്മൾ അങ്ങനെ ഉറങ്ങാൻ വിടരുത്. ഫജറിന്റെ നമ്മൾ നിസ്കരിക്കാൻ പോവാണ്, ഞാൻ പള്ളിയിൽ പോവാണ് എന്ന നിലക്കല്ല. വീട്ടിലുള്ള സർവാംഗങ്ങളും സർവ്വ മെമ്പർമാരും എഴുന്നേറ്റിട്ടുണ്ടോ, ഈ പുണ്യകർമ്മത്തിന് അവര് ഭാഗവാക്കാകുന്നുണ്ടോ എന്നുറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ പള്ളിയിലേക്ക് പുറപ്പെടാൻ. മാത്രമല്ല, അങ്ങനെ മക്കളെയും ഭാര്യയെയും ഒക്കെ വിളിച്ച്
ഉണർത്തിയിട്ടവരെ കൂടെ കൂട്ടാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ കൂടെ കൂട്ടുവാൻ, മക്കൾക്ക് സുബഹിക്ക് എഴുന്നേൽക്കുവാൻ, ഫജറിന് എഴുന്നേറ്റ് പള്ളിയിൽ കൂടെ പോകുവാൻ, ഫജർ ജമാഅത്തിന് പങ്കെടുക്കുവാനൊക്കെ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രത്യേകമായ ഉന്മേഷം കിട്ടാൻ ആവശ്യമായ ചില പ്രത്യേകമായ ഉപദേശങ്ങൾ കൂടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ വിളിക്കുമ്പോൾ ആ മക്കൾ ദേഷ്യം കൂടാതെ തന്നെ എഴുന്നേറ്റ് കൂടെ പോരും. അതിന് ചില ഉപദേശങ്ങൾ കൊടുക്കാനുണ്ട്. ഒന്നാമത്തത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മോനെ, ഖിയാമത്ത് നാളിൽ നമ്മൾ ഇരുട്ടിൽ തപ്പുമ്പോൾ ഏറ്റവും വലിയ പ്രകാശമായിരിക്കും നമുക്ക് ഈ ഇരുട്ടത്തുള്ള നിസ്കരിക്കാൻ പോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിരിൽ മശായീന ഫിൽ ളുലമീൽ മസാജിദി ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ. ഇരുട്ടത്ത്, അതേ ഇരുളുള്ള നേരങ്ങളിൽ പോലും പള്ളികളിലേക്ക് നടന്നു പോകുന്നവരോട് സന്തോഷ വാർത്ത അറിയിക്കൂ. ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഇരുട്ടിൽ തപ്പിക്കൊണ്ട് മനുഷ്യരിങ്ങനെ പ്രയാസപ്പെടുന്ന ദിവസം ഏറ്റവും വലിയ പ്രകാശമായി കൊണ്ടവർക്ക് ഈ കൂട്ടിനുണ്ടാകും. അതേ പള്ളിയിലേക്കുള്ള പോക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള മാർഗമാണ് മക്കളെ എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൽ മശാഊന ഇലൽ മസാജിദി ഫിൽ ളുലമി ഉലൈകൽ ഖവാദൂന ഫീ റഹ്മത്തില്ലാഹ്. പള്ളികളിലേക്ക് ഇരുളാർന്ന ദിവസങ്ങളിൽ ഇരുട്ടുള്ള സമയത്ത് പോലും പള്ളികളിലേക്ക് നടന്നു പോകുന്നവർ അള്ളാഹുവിന്റെ റഹ്മത്തിലാണ് അവർ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. പടച്ചവന്റെ കാരുണ്യം നമുക്ക് കിട്ടുകയാണ്. ഇതൊക്കെ നമ്മളെ മനസ്സിൽ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ വേണം. എന്നാൽ തനിയേണ്ട എഴുന്നേൽക്കും. എഴുന്നേറ്റ് പോകാൻ നമുക്ക് നല്ല ഉന്മേഷമുണ്ടാകും. മാത്രമല്ല, ആ നേരത്ത് പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷ്യം പറയാൻ പോകുന്ന മലക്കുകൾ നമ്മെ രേഖപ്പെടുത്തിയിട്ടാണ് പോകുന്നതെന്ന ഇൽമും വേണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാരി വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസലാത്തിൽ അസ്രി ثم يعرج الذين باتوا فيكم فيسألهم وهو أعلم بهم كيف تركتم عبادي فيقولون تركناهم وهم يصلون وأتيناهم وهم يصلون. യതആഖബൂന ഫീകും, നിങ്ങളിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാരി, രാത്രിയിൽ ഡ്യൂട്ടിയുള്ള മലക്കുകളും പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകളും മുഅ്മിനുകളെ നിങ്ങളിൽ മാറി വറിഞ്ഞുകൊണ്ടേയിരിക്കും. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി, രണ്ട് നേരത്തും ഡ്യൂട്ടിയുള്ള മലക്കുകൾ സംഗമിക്കുന്ന രണ്ട് നിസ്കാരമാണുള്ളത്. ഒന്ന് ഫജ്ർ നിസ്കാരമാണ്, മറ്റൊന്ന് അസ്ർ നിസ്കാരമാണ്. ഈ രണ്ട് നിസ്കാരങ്ങളിൽ മാത്രമാണ് രണ്ടു നേരത്തും ഡ്യൂട്ടിയുള്ള മലക്കുകൾ ഒന്നിച്ച് സംഗമിക്കുന്ന അവസരങ്ങൾ. എന്നിട്ടതായി സുമ്മയറുജുല്ലദീന ബാതു ഫീകും, നിങ്ങളിൽ രാത്രി കഴിച്ചു കൂട്ടിയ മലക്കുകൾ അതാ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കയറിച്ചെന്നാൽ പടച്ച റബ്ബിന് വിവരമില്ലാത്തത് കൊണ്ടല്ല, എങ്കിലും ആ സന്തോഷത്തിന്റെ വാർത്തയൊന്ന് അതേ മലക്കുകൾ പറയാൻ, കൈഫ തറക്തും ഇബാദീ, കയറി വരുന്ന മലക്കുകളോട് അല്ലാഹ് ചോദിക്കും, എന്റെ അടിമകളെ ഏത് നിലക്കാണ് നിങ്ങൾ വിട്ടേച്ച് പോന്നത്? മലക്കുകൾ അല്ലാഹുവിനോട് എന്താ സാക്ഷ്യം പറയാ? ഫയഖൂലൂന, അപ്പോൾ മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയും, തറക്നാഹും വഹും യുസല്ലൂൻ, അവര് നമസ്കരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഞങ്ങൾ അവരെ വിട്ടേച്ചു പോകുന്നത്. വാതൈനാഹും വഹും യുസല്ലൂൻ, അവര് നിസ്കരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഞങ്ങൾ അവരിലേക്ക് എത്തിച്ചേർന്നതും. അപ്പോ രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകൾ അസറിന് ഇവിടെ ഇറങ്ങും. അപ്പൊ വന്നപ്പോ ഇവിടെ നിസ്കാര, അവരുടെ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് അവർ ഫജ്ർ കഴിഞ്ഞിട്ടാ പോണത്. ഫജ്ർ നിസ്കാരത്തിന് അവരുണ്ട്. അപ്പൊ അതിലവർ പങ്കെടുത്തു. അങ്ങനെ വന്നപ്പോഴും തിരിച്ചു പോരുമ്പോഴൊക്കെ അവര് ഇബാദത്തിലാണ്. എന്നതിൽ പങ്കെടുത്ത നല്ലവരായ ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷ്യം പറയുന്ന അതേ അവസരത്തിൽ പടച്ചോന്റെ അടുക്ക പോയിങ്ങാണ്ട് ചെന്നപ്പോഴും അവർ ഉറക്കത്തിലാണ്, പോരുമ്പോഴും ഉറക്കത്തിലാണ് എന്ന് പറയേണ്ടി വന്നാൽ, അങ്ങനെയാണോ നമ്മെക്കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷ്യം പറയേണ്ടത്? നമ്മുടെ മക്കളെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകൾ അങ്ങനെയാണോ സാക്ഷ്യം പറയേണ്ടത്? ചെന്നപ്പോഴും ഉറങ്ങുന്നു, വരുമ്പോഴും ഉറങ്ങുന്നു എന്ന സാക്ഷ്യമാണോ നമ്മെക്കുറിച്ച് വേണ്ടത്? അതോ ചെന്നപ്പോഴും അവർ നിസ്കരിക്കാൻ കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തിലാണ്, വന്നപ്പോഴും വരുമ്പോഴും അവർ നിസ്കാരത്തിന്റെ അവസ്ഥയിൽ തന്നെ? ഇതാണോ കേൾക്കേണ്ടത്? നമ്മൾ തീരുമാനിക്കണം. അപ്പൊ അത്രയും വലിയ ഒരു പുണ്യത്തിന്റെ അവസരമാണ്
ഫജ്ർ നഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടമാകുന്നത്. ഈ ബോധം പോകുന്ന നമുക്കും വിളിച്ചുണർത്തപ്പെടുന്ന മക്കൾക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തനിയെ എഴുന്നേറ്റോളും. മാത്രമല്ല, ഇനിയും അതിന്റെ പുണ്യം കേട്ടോ. മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു. റവാഹു മുസ്ലിം. ആരെങ്കിലും ഇശാ ജമാഅത്തായി കൊണ്ട് ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ രാത്രി പകുതി നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ്. ഒരു രാവ് പകുതി വരെ നിന്ന് സുന്നത്ത് നിസ്കരിച്ച കൂലിയാണ് ഒരു ഇശാ ജമാഅത്തിന് പങ്കെടുത്താൽ. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, ഇശാക്കും പങ്കെടുത്തു, പിന്നെ അവൻ ഫജ്ർ ജമാഅത്തിനും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാകുന്നു. അപ്പോ സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്താലുള്ള പുണ്യപ്പം എത്ര? അപ്പൊ അത്രയും പ്രാധാന്യമാണ് ഇശാഇന്റെ ജമാഅത്തും ഫജ്റിന്റെ ജമാഅത്തും. മാത്രമല്ല, കാപട്യം എന്ന് പറയുന്ന രോഗം മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഒഴിവാകാനുള്ള ഔഷധമാണിത്. കാപട്യം എന്ന രോഗത്തിന് വലിയ ചികിത്സ. അതേ, ഈ 2 നേരത്തെ നിസ്കാരങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഒരു മാറ്റം മനുഷ്യനെ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവിടുന്ന് പഠിപ്പിക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ലൈസ സ്വലാത്തുൻ അസ്ഖലാലൽ മുനാഫിഖീന മിനൽ ഫജ്രി വൽ ഇശാ. മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരങ്ങൾ ഒന്ന് ഫജ്റും മറ്റൊന്ന് ഇശായുമാകുന്നു. മുനാഫിക്കിന് അത് വല്ലാത്തൊരു ഭാരമായിരിക്കും. ഇശാ നിസ്കരിക്കാൻ കുറേ ലേറ്റ് ആവും, ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ഇനിയിപ്പോൾ നിസ്കാരവും കൂടി ഉണ്ട്, ഞാൻ കഴിച്ച് കിട്ടിയാൽ മതി. പലരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ജമാഅത്തിനൊന്നും പോയിട്ടുണ്ടാവില്ല. പിന്നെ അങ്ങനെ വന്നു ഇനിയിപ്പോൾ കുറച്ചൊരു ബോധമുള്ളവനാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു നിസ്കാരവും കൂടി ഉണ്ട്, ഒന്നും കഴിഞ്ഞ് കിട്ടിയാൽ മതി. വലിയ ഭാരമാണ്. അതുപോലെ ഫജ്റിന് വേണം വേണ്ട വിചാരിച്ചിട്ടാണ് പോവാണ്. എന്നാലോ അവിടുന്ന് പറയുന്നു, വലൗ യഅലമൂന, ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ ഫീഹിമാ, ഈ 2 നിസ്കാരങ്ങളിലുമുള്ള പുണ്യമറിഞ്ഞിരുന്നുവെങ്കിൽ, ലഅതൗഹുമാ, ആ നിസ്കാരത്തിന് അവർ എത്തിച്ചേരുക തന്നെ ചെയ്യുമായിരുന്നു. വലൗ ഹബ്വാ, ഹബ്വ് എന്ന് പറഞ്ഞാല് ആസനിട്ട് നിരങ്ങിയിട്ടെങ്കിലും, പിന്നെ മുട്ടിട്ട് എഴഞ്ഞു നീന്തിയിട്ടെങ്കിലും അവൻ പള്ളിയിൽ എത്തുമായിരുന്നു. അതിന്റെ പുണ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ. പിന്നെ എന്താ അവിടെ മൂടിപ്പുറച്ച് കിടന്നുറങ്ങണത്? അതിന്റെ പുണ്യം അറിയില്ല, അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല, അത് ഒഴിവാക്കിയാലുള്ള അപകടം മനസ്സിലാക്കിയിട്ടില്ല, അതിന്റെ ശിക്ഷ മനസ്സിലാക്കിയിട്ടില്ല. അവരാവേറെ കാത്തിരിക്കാണ് ഉറങ്ങാതെ. എന്നിട്ട് ഫജ്റിനോട് അടുപ്പിച്ച് ഉറങ്ങാണ്, പിന്നീട് എഴുന്നേൽക്കുന്നു. എന്നിട്ടാ തന്നെ നിസ്കാരിക്കാൻ സമയമുണ്ടോ? സൂര്യ ഉദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്ന ഒന്നാമത്തെ ഫർളായ നിസ്കാരമായ ഫജ്റിന്റെ മുമ്പും ആ ഫജ്ർ നിസ്കാരത്തിന്റെ ഒരുക്കത്തിലുമൊക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാളെങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്നും ഭാര്യ കാത്തിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഭർത്താവ് കാത്തിക്കേണ്ടതില്ല. അവരൊക്കെ തന്നെ സ്വയം ഉണരാൻ സന്നദ്ധരാവണം. ഇതൊന്നും വെറും രക്ഷിതാക്കളുടെ മാത്രം ബാധ്യതയല്ല. പ്രായം തികഞ്ഞ മക്കളുണ്ടെങ്കിൽ അവര് തന്നെയാണ് കുറ്റക്കാരാവുക. വിളിച്ചുണർത്തുന്നവരോട് വെറുപ്പ് തോന്നാൻ പാടില്ല. അത് നമ്മയാണെങ്കിലും നമുക്കാണെങ്കിലും നമ്മുടെ മക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മെ ഒരു നിസ്കാരത്തിലേക്ക് ഉറങ്ങുന്ന അവസരത്തിൽ നമ്മെ വിളിച്ചുണർത്തുന്നവരോട് നമുക്കൊരു വെറുപ്പും മനസ്സിൽ തോന്നാതിരിക്കാൻ മാത്രം നമ്മുടെ മനസ്സിൽ ഈമാൻ വേണം. അല്ലെങ്കിൽ വിളിച്ചുണർത്തുന്നവനോട് നമുക്ക് ദേഷ്യം പിടിച്ചാലേ നമുക്കതിന്റെ ശിക്ഷയല്ലേ ഉണ്ടാവുക? നല്ലൊരു കാര്യത്തിനല്ലേ എന്നെ വിളിച്ചത്, ഉറക്കൊക്കെ സ്വീപ്പാക്കിയിട്ട് നിസ്കാരം, അസർ, മഗ്രിബ്, ഇശ, സുബൈ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് പോകല്ല വേണ്ടത്. ആ വിളിച്ചെന്തല്ല, ഞാൻ ഉറങ്ങിപ്പോയി, എന്തൊരു നല്ല കാര്യമാണ് ചെയ്തത്, എന്നെ വിളിച്ചല്ലോ, എന്നെ വിളിച്ചുണർത്തിയല്ലോ എന്ന ഏറ്റവും വലിയ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധയാണ് അവന് വേണ്ടത്. ഫജ്റായിട്ടും നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയപ്പെട്ടപ്പോൾ അവിടുന്ന് വളരെ ഗൗരവത്തോടെയാണ് അതിനെപ്പറ്റി പറഞ്ഞത്. അങ്ങനെയുള്ള മനുഷ്യനാരാണെന്നോ അവന്റെ ഇരുചെവിയിലും ചെകുത്താൻ മൂത്രമൊഴിച്ചിരിക്കുന്നു. ശൈത്താൻ വരെ ഇവനെ വളരെ നിന്ദ്യനായിട്ടാ കാണുന്നത്. ഒരു വസ്തുവിനെ നിന്ദിക്കുമ്പോ ഇവർക്ക് മൂത്രയിക്കൂലേ? ഇവന്റെ ഇരു ചെവിയിലും ഒരു ദിക്റും ഒരു തസ്ബീഹും ഒരു ബാങ്കും ഒന്നും ഏശിയിട്ടില്ല. ഇനി ഇവന്റെ ചെവി നല്ലത് എനിക്ക് മൂത്രയിക്കാനാണ്. ശൈത്താൻ മൂത്രപ്പുരയാക്കും.
ഇവന്റെ 2 ചെവിയായി. അത്ര മോശമാണ് ഫജ്റിന് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്നത് എന്ന് വന്നാൽ. അത്ര മോശമായ പണിയാണ് ആ സമയത്തുള്ള എഴുന്നേൽപ്പിൽ നിന്ന് മാറിക്കൊണ്ട് സുഖമായി കിടന്നുറങ്ങുന്നതെന്ന് വന്നാൽ അതിന്റെ ഗൗരവം അറിഞ്ഞ ഏതൊരു പുരുഷനാണ്, ഏതൊരു സ്ത്രീക്കാണ് എഴുന്നേറ്റ് നിസ്കരിക്കാതിരിക്കാൻ മനസ്സ് വരിക? അവിടെ നമ്മളെ മനസ്സ് പാകപ്പെടണം. നമ്മളെ മനസ്സിൽ തഖ്വ വേണം. നമുക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നലുണ്ടാകണം. അപ്പൊ നമ്മളെ ഒരാൾ തട്ടി ഉണർത്തിയാൽ മതിയാവും, ഒന്ന് ഞൊടിച്ചാൽ മതിയാവും, നമ്മൾ ഉണരും. ഇല്ലെങ്കിലോ അലാറം അടിച്ചടിച്ച് ഓഫാവും, മാത്രം ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ വിളിച്ചോണിച്ച് എന്റെ കൈ അവനും തട്ടി കൊടുക്കും, അല്ലെങ്കിൽ കാലുകൊണ്ട് ഒരു വീക്ക് അവന് വെച്ചു കൊടുക്കും, എഴുന്നേൽക്കൂല. ഈമാനികമായ ഈ ഒരു ജ്വാല, ഈ ഒരു പ്രകാശം ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിലോ ആരെങ്കിലും ഒരു സൂചന തന്നാൽ തന്നെ മതി, സന്തോഷത്തോടെ നമ്മൾ ചാടി എഴുന്നേറ്റ് അതേ ഈ പുണ്യകർമ്മത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. മാത്രല്ല, ചെറുപ്പക്കാരുടെ എല്ലാവരുടെയും മനസ്സിലെന്താ തോന്നേണ്ടത്? നാളെ മഹ്ശറിൽ ആരാരുടെയും തണലില്ലാത്ത ദിവസം അള്ളാഹു അവന്റെ തണൽ വിരിച്ചു കൊടുക്കുന്ന കുറെ ആളുകളെ എണ്ണിപ്പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, ഹൃദയം പള്ളിയോട് കണക്ട് ചെയ്യപ്പെട്ട മനുഷ്യൻ, അവന്റെ ഖൽബ് പള്ളിയിൽ കെട്ടിത്തൂക്കിക്കേണ് എന്നാണ്. ബോഡി പടണ്ട് എന്നാ എപ്പോഴാ ടൈം ആകണം എന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. സമയോ ബാങ്ക് കൊടുത്തോ, നിസ്കാരത്തിന് സമയോ, ജമാഅത്തിനായോ, ഇനി എത്ര സമയമുണ്ട്, ബാങ്കിന് ഇനി എത്ര സമയമുണ്ട്. ഇവന്റെ കൽബും പള്ളിയായിട്ട് ഇങ്ങനെ മുഅല്ലഖുൻ ഫിൽ മസാജിദ, ഇവന്റെ കൽബ് പള്ളിയിൽ കെട്ടിത്തൂക്കിക്കാണ്. അവിടെ ആ മനസ്സ്. ഒരു നിസ്കാരം കഴിയുമ്പോൾ അടുത്ത നിസ്കാരം, അടുത്ത ടൈം എപ്പോഴാ, അതന്നെ മനസ്സിൽ. ആ നിലക്ക് അതിൽ ശ്രദ്ധയുള്ള, പള്ളിയുമായി ബന്ധമുള്ള, ഇബാദത്തുകളുമായി ബന്ധമുള്ള ജീവിതത്തെ അങ്ങനെ ക്രമീകരിക്കുന്ന തന്റെ രക്ഷിതാവിനെ കൃത്യമായി ഇബാദത്ത് ചെയ്തുകൊണ്ട് യൗവനത്തെ വളർത്തിക്കൊണ്ടുവരുന്ന, യൗവനം ചെലവഴിക്കുന്ന യുവാക്കൾക്കും നാളെ മഹ്ശറിൽ പ്രത്യേകമായി അല്ലാഹുവിന്റെ തണലുണ്ട്. നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെലവഴിക്കും. എന്നിട്ട് അവസാനം നമ്മൾ ഹറാമ് ചെയ്യുകയാണെങ്കിലോ ആ നല്ല കാര്യം പോലും പലപ്പോഴും ഹറാമായിട്ട് മാറും. നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ഫജ്റിനൊക്കെ എഴുന്നേൽക്കാതെ ചിലപ്പോൾ നല്ല കാര്യത്തിന് രാത്രിയൊക്കെ ഇരുന്നിട്ട് നമ്മൾ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ഇങ്ങനെ ബൈലക്സിലോ ഒക്കെ ഇരുന്നിട്ട് കുറേ നേരം നല്ല കാര്യമൊക്കെ പറഞ്ഞ് കേട്ട് ഒക്കെ മനസ്സിലായി കുറേ കേട്ടു, അവസാനം പോയിട്ടാണ് കിടന്നുറങ്ങി, ഫജ്ർ നിസ്കരിച്ചില്ല. അപ്പൊ എന്തായി? അതൊരു പതിവായാൽ അപ്പൊ എപ്പോ കിടന്നാലും എഴുന്നേൽക്കണം. ആ ഒരവസ്ഥ ആയിത്തീർന്നിട്ടില്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഉറക്കൊഴിച്ചത്, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഏറ്റവും പരമപ്രധാനമായൊരു ഈ ഫജ്റാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റേത് കിട്ടാത്തൊരവസ്ഥ, ഇത് കിട്ടാതെയാണ് മറ്റേതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നതെങ്കിൽ അത് ഗൗരവമാണ്. ഓർക്കണം, ഉറക്കമൊഴിക്കുന്നത് നല്ല കാര്യത്തിനായാലും വേണ്ടില്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ അത് നശിപ്പിക്കുമെന്ന് വന്നാൽ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ശ്രദ്ധ പതിയേണ്ട കാര്യമാണത്. ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. ഇനി സഹോദരന്മാരെ, ഇനി അതാ നമ്മൾ അടുത്തതെന്താണ്? വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്, നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഖറജ റജുലു മിൻ ബൈതിഹി ഫഖാല ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിലേക്ക് നല്ല വീട്ടിൽ നിന്ന് എവിടേക്ക് ഇറങ്ങുമ്പോഴും അള്ളാഹുവിന്റെ കാവൽ ചോദിച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടത്. ഇതറിയാത്തവരല്ല നമ്മളൊന്നും. പക്ഷേ എത്ര പേരത് ചെയ്യാറുണ്ട് എന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്കുന്നത് നല്ലതാണ്. എത്ര പേരിത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നുണ്ട്? വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന നേരത്ത് ഫഖാല, അവൻ പറഞ്ഞു, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുന്നു, തവക്കൽതു അലല്ലാഹ്, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവന്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കാര്യത്തെ മറ്റൊന്നാക്കി മാറ്റിമറിക്കാനോ ശക്തി നൽകാനോ ശക്തിപ്പെടുത്താനോ പവർ തരാനോ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ സാധ്യമല്ല. തന്റെ കഴിവുകേട്, അല്ലാഹുവിന്റെ കഴിവ്, തന്റെ മഹത്വക്കുറവ്, അല്ലാഹുവിന്റെ മഹത്വം, തന്റെ ന്യൂനതകൾ, അല്ലാഹുവിന്റെ മഹാത്മ്യം, അവന്റെ സമ്പൂർണതകൾ,
ഇതൊക്കെ സമ്മതിച്ചുകൊണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന നേരത്ത് യുഖാലു ഹീന ഇദിൻ, അന്നേരം പറയപ്പെടുന്നുണ്ട്. ഒന്നുകിൽ അല്ലാഹ് പറയുന്നുണ്ട്, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ട്, ഹുദീത വകുഫീത വവുഖീത. ഹുദീത, നീ നല്ല മാർഗത്തിലേക്ക് നിനക്ക് മാർഗദർശനം കിട്ടിയിരിക്കുന്നു. ഇതും പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മലക്കുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഹുദീത, നിനക്ക് നേർമാർഗത്തിലേക്ക് വഴി കാണിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നീ ആരോടാണോ സഹായം തേടേണ്ടതെങ്കിൽ അവനോട് തന്നെ സഹായം തേടിയിട്ട് നീ പുറപ്പെട്ടിരിക്കുന്നു. അതേ പടച്ച റബ്ബിലല്ലേ അവൻ ഏൽപ്പിച്ചത്, അതുകൊണ്ട് അവനോട് ഹുദീത എന്ന് പറയുന്നു. വകുഫീത, ദുന്യവിയും ഉഖറവിയുമായ എല്ലാ മാനസികവും ശാരീരികവുമായ വിഷമങ്ങളിൽ നിന്നും നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു, നിനക്ക് മതിയായിരിക്കുന്നു. വഖീത വഫിൽത മിൻ ശർരി അഅദായിക മിനശ് ശയാതീനി വഗൈരിഹിം. അതേ എല്ലാവിധത്തിലുള്ള പൈപിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നിനക്ക് കാവലേർപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മളോടൊരു വിളിയാളം ഉണ്ടാകുന്നുണ്ട്. ഇത് മനുഷ്യനിത് പറഞ്ഞു പുറത്തേക്ക് കിടക്കുന്നതോടുകൂടി ഫയതനഹാ അൻഹു ശൈത്താൻ, ശൈത്താൻ ഇത് പറഞ്ഞ മനുഷ്യനിൽ നിന്ന് വിട്ടുനിൽക്കും. ശൈത്താൻ ഇത് ചൊല്ലി ഇറങ്ങിയ മനുഷ്യനോട് അകന്നു വഴിമാറിപ്പോയി നിൽക്കും. ആ അവസരത്തിൽ വേറെ ശൈത്താൻ, ഇത് കേൾക്കാത്ത ശൈത്താന്റെ പിന്നാലെ കൂടിയിട്ട് പഴപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോ ഇത് കേട്ട ശൈത്താൻ പറയും, കൈഫലക ബിറജുലിൻ, ഒരാളെ നിനക്ക് എങ്ങനെ പഴപ്പിക്കാൻ സാധിക്കും, ഒപ്പം കൂടിയിട്ട് കാര്യമില്ല. അയാൾ ഖദുഹുദിയ, അയാൾക്ക് സന്മാർഗത്തിലേക്ക് വഴി നൽകപ്പെട്ടിരിക്കുന്നു. വകുഫിയാ വവുഖിയാ, എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അതേ രൂപത്തിലുള്ള ശർറുകളിൽ നിന്നും കാവലി കിട്ടപ്പെട്ട മനുഷ്യനാണ് ആ പോകുന്നത്. പിന്നെ അയാളെ പിന്നാലെ കൂടിയിട്ട് നിനക്കിനി എന്താ കാര്യം എന്ന് മറ്റേ ശൈത്താൻ ഈ ശൈത്താനോട് പറഞ്ഞു കൊടുക്കും എന്ന് അബൂദാവൂദിലും തുർമുദിയിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, വീട്ടിൽ നിന്ന് നമ്മൾ പള്ളിയിലേക്ക് എന്ന് മാത്രമല്ല, എവിടേക്ക് ഇറങ്ങുമ്പോഴും എന്ത് വേണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതൊരു ശീലമാവണം. നമ്മൾ ഇറങ്ങുമ്പോഴും, മക്കൾ ഇറങ്ങുമ്പോഴും, ഭാര്യ ഇറങ്ങുമ്പോഴും, എല്ലാവരും ഇറങ്ങുമ്പോഴും, അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതൊരു ശീലം. ആ ശീലമായി കഴിയുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസവും ഒരു ആത്മവിശ്വാസവും ഒരു വല്ലാത്തൊരു മാനസികമായൊരു കരുത്തൊക്കെ ഉണ്ടാവും. ഞാൻ ഏൽപ്പിക്കേണ്ട ആളെ ഏൽപ്പിച്ചിട്ടാ പോണ്. അല്ലാഹ് ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ നിലക്കാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ടത്. ഇനി സഹോദരന്മാരെ, അങ്ങനെ നമ്മൾ ആ സമയത്ത് ഇറങ്ങി പുറപ്പെടുമ്പോ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ്? നമ്മൾ അള്ളാന്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുന്നു, എല്ലാം ഞാൻ അവനിൽ ബരമേൽപ്പിച്ചു എന്നാ പറയുന്നത്. ആ തവക്കുല നമ്മളെ മനസ്സിലുണ്ടാകുന്നത്. സത്യവിശ്വാസി എന്തിലും അവൻ ബരമേൽപ്പിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പുറത്തേക്കാ ഇറങ്ങുന്നത്. ഒന്നുകിൽ ഞാൻ നടന്നു പോവുകയാണ്, അതല്ലെങ്കിൽ ഞാൻ വാഹനം ഓടിച്ചു പോവുകയാണ്. എന്തും സംഭവിക്കാം, എന്റെ കൈകളിലല്ല. എന്തും സംഭവിക്കാം. എനിക്ക് അപകടം പറ്റാം, ഞാൻ മുഖേന അപകടം പറ്റാം. എന്താണോ സംഭവിക്കുക എന്നറിയില്ല. അല്ലാ, നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ ശക്തിയും എല്ലാ പവറും അല്ലാഹുവിങ്കൽ നിന്നല്ലാതെ ഇല്ല. എനിക്ക് കഴിവില്ല റബ്ബേ, എനിക്ക് ശക്തിയില്ല. നീയാണ് എനിക്ക് കാവൽ തരേണ്ടത്, നീയാണ് എനിക്ക് രക്ഷ തരേണ്ടത്, നീയാണ് എനിക്ക് സംരക്ഷണം തരേണ്ടത്, നീയാണ് എനിക്ക് ആഫിയത്ത് തരേണ്ടത്, നീയാണ് എനിക്ക് സംരക്ഷണം നൽകേണ്ടത്. ഇതൊക്കെ അതിൽ വന്നു കഴിഞ്ഞു. ആ നിലക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ആശീർവാദം കിട്ടുന്നത്. ഹുദീത, നീ സന്മാർഗത്തിലായിരിക്കുന്നു. കുഫീത, വേണ്ടതൊക്കെ നിനക്ക് മതിയായതൊക്കെ നീ മതിയായ സംരക്ഷണം ചെയ്തിരിക്കുന്നു. വഖീത, നിനക്ക് കാവൽ ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഈ രൂപത്തിൽ ആ ഒരു പ്രാർത്ഥന അവൻ പറയേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, അതിൻ്റെയും പുറമേ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ, ജമാഅത്തിന് വേണ്ടി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു പ്രാർത്ഥന കൂടിയുണ്ട്. അത് ഫജ്ർ നിസ്കാരത്തിന് മാത്രമല്ല, പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുമ്പോ ഈ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പറയുന്ന പ്രാർത്ഥനയ്ക്ക് പുറമേ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഖറജ ഇലസ്സലാഹ്, നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നു. വഹുവ യഖൂലു, അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ
വഫീ ലിസാനി നൂറാ വജ്അൽ ഫീ സമഈ നൂറാ വജ്അൽ ഫീ ബസരി നൂറാ വജ്അൽ മിൻ ഖൽഫി നൂറാ വമിൻ അമാമി നൂറാ വജ്അൽ മിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ അല്ലാഹുമ്മ അഅ്തിനി നൂറാ. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രാർത്ഥനകളാണ്. 7 സ്ഥലത്ത് 7 തവണ പ്രകാശത്തെ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ജഅൽ ഫീ ഖൽബി നൂറാ, എന്റെ ഹൃദയത്തിൽ നീ പ്രകാശം ചൊരിയണേ, എന്റെ ഖൽബിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, എന്റെ ഖൽബിൽ നീ പ്രകാശം നൽകണേ. വഫീ ലിസാനി നൂറാ, എന്റെ നാവിൽ നീ പ്രകാശം നൽകണേ. വജഅൽ ഫീ സമഈ നൂറാ, എന്റെ കാതിൽ നീ പ്രകാശം നൽകണേ. വജഅൽ ഫീ ബസരി നൂറാ, എന്റെ കണ്ണിൽ നീ പ്രകാശം നൽകണേ. വജഅൽ മിൻ ഖൽഫി നൂറാ, എന്റെ പിന്നിൽ നീ പ്രകാശം നൽകണേ. വമിൻ അമാമി നൂറാ, എന്റെ മുന്നിലും നീ പ്രകാശം നൽകണേ. വജഅൽ മിൻ ഫൗഖി നൂറാ, എന്റെ മുകളിലും നീ പ്രകാശം നൽകണേ. വമിൻ തഹ്തി നൂറാ, എന്റെ അടിഭാഗത്തും എന്റെ താഴെയും നീ പ്രകാശം നൽകണേ. അല്ലാഹുമ്മ അഅ്തിനി നൂറാ, അല്ലാഹുവേ, നീ എനിക്ക് എല്ലാ അർത്ഥത്തിലും പ്രകാശം നൽകി അനുഗ്രഹിക്കണമേ. ഇതാണ് സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് നമ്മൾ നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ പ്രത്യേകമായി അല്ലാഹുവിനോട് പ്രകാശം ചോദിക്കുകയാണ്. പ്രകാശത്തിന് വേണ്ടിയുള്ളൊരു തേട്ടമാണത്. കാരണം എന്താ സുഹൃത്തുക്കളെ, നിസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രകാശമാണ്. ആ പ്രകാശം സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള പോക്കാണത്. ആ പ്രകാശത്തെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കണ്ണുകളിൽ, കാതുകളിൽ, നാവിൽ, മുന്നിൽ, പിന്നിൽ, മുമ്പിൽ, താഴെ എല്ലാ അർത്ഥത്തിലും പ്രകാശം നമ്മുടെ ഖൽബിൽ വേണം. ഖൽബ് പ്രകാശിക്കണം, ഈമാനിന്റെ പ്രകാശം. കണ്ണിൽ ഈമാനിന്റെ പ്രകാശം വേണം. അങ്ങനെ കണ്ണിൽ ഈമാനിന്റെ പ്രകാശമുണ്ടെങ്കിൽ പിന്നെ അരുതാത്തത് നോക്കൂല. കണ്ണിൽ ഈമാനിന്റെ പ്രകാശമുണ്ടെങ്കിൽ അരുതാത്തത് കാണൂല. കാതിൽ അല്ലാഹുവിന്റെ പ്രകാശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അരുതാത്തത് പിന്നെ കേൾക്കൂല. മുന്നിലും പിന്നിലുമൊക്കെ കാവല് കിട്ടുകയാണ്, അല്ലാഹുവിന്റെ പ്രകാശം കിട്ടുകയാണ്. ഖൽബിൽ ആ പ്രകാശമുണ്ട്. അവിടെ ശിർക്കിനോ, ബിദ്അത്തിനോ, കുഫ്റിനോ, നിഫാഖിനോ, അസൂയക്കോ, അഹങ്കാരത്തിനോ, പിശുക്കിനോ, താൻ പോരിമക്കോ ഒന്നിനും അവിടെ ഇടം കിട്ടുകയില്ല. അങ്ങനെ പ്രകാശം. അല്ലാഹുമ്മ അഅ്തിനി നൂറാ, എല്ലാ അർത്ഥത്തിലും നീ പ്രകാശം ചൊരിയണേ. നാവിന് പ്രകാശം ചൊരിയണേ. പ്രകാശം കിട്ടിക്കഴിഞ്ഞ നാവ് കൊണ്ട് പിന്നെ ഹറാം സംസാരിക്കൂല. പ്രകാശം കിട്ടിയ കണ്ണ് പിന്നെ ഹറാമിലേക്ക് നോക്കൂല, കാത് കേൾക്കൂല. ആ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും പടച്ച റബ്ബിൽ നിന്നുള്ള ഒരു പ്രത്യേകമായ കാവൽ നമുക്ക് കിട്ടുന്നു. ആ കാവല് കിട്ടാൻ വേണ്ടി നിസ്കാരത്തിനുള്ള പോക്കാണ്. ആ പോകുന്ന പോക്കിൽ തന്നെ 7 തവണ നമ്മൾ പ്രകാശത്തെ ചോദിക്കുന്നുണ്ട്. ആ പ്രകാശത്തെ ചോദിക്കണം, അത് പഠിക്കണം, മനസ്സറിഞ്ഞുകൊണ്ടത് തേടണം, അല്ലാഹുവിനോടത് ചോദിക്കണം. അതാണ് സുഹൃത്തുക്കളെ എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. അതിന്റെ വിശദവിവരം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നാം പറയുന്നതും കേൾക്കുന്നതുമായ സൽക്കർമ്മങ്ങളെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തിന് യോഗ്യരായി തീരുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും അല്ലാഹുവിൻ്റെ തുണയും സഹായവും അവൻ നമ്മിൽ ചൊരിയുമാറാകട്ടെ. ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സമയം ഏറ്റവും സന്തോഷകരമായ സമയമാക്കി അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പരലോകം അല്ലാഹു ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് സന്തോഷപൂർവ്വം ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.